ഇന്ന് നമ്മളൊരു പുതിയ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്, പനീർ കുൽച്ച. ഇത് നോർത്ത് ഇന്ത്യൻ വെജ് ഫുഡാണ്. അപ്പോൾ തുടങ്ങാം അല്ലേ? അതിന് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് മൈദ, ഒരു 4-5 സ്പൂണും, അതിലേക്ക് കുറച്ച് ഉപ്പും, കുറച്ച് തൈരും, 2 സ്പൂണും, കുറച്ച് പഞ്ചാരയും, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴയ്ക്കുക ഇടിക്കുക, പിന്നെ അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. പിന്നെ വേറൊരു പാത്രത്തിൽ പനീർ നൈസായിട്ട് തുരുവെടുത്ത് അതിലേക്ക് കുനുകുനാന്ന് അരിഞ്ഞെടുത്ത ഒരു സവാളയും, ലേശം ഇഞ്ചിയും പച്ചമുളകും, കുറച്ച് മല്ലിച്ചപ്പും, മുളക് പൊടിയും, ഗരം മസാലയും, പിന്നെ കുറച്ച് ചാറ്റ് മസാലയും, പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കണം. ഇതുപോലെ അതിനുശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവിനെ എടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് കുഴച്ചിടണം. പിന്നെന്താ, പതിവ് പോലെ ചപ്പാത്തി അങ്ങോട്ട് വരത്തുക. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളുണ്ടാക്കി വെച്ച പനീറിനെ ഇതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച് സാരി ഞൊറി എടുക്കുന്നത് പോലെ ഞൊറി പിടിച്ച് ഒരു കിടിലം ബോളാക്കണം. എന്നിട്ട് വീണ്ടും ആശനൊന്ന് നല്ലപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഓണത്തിന് പൂക്കളിടുന്ന പോലെ കുറച്ച് കരിഞ്ചീരകം, കുറച്ച് മല്ലിച്ചപ്പ് എടുത്ത് ഒരു പൂക്കൾ അങ്ങോട്ട് കാച്ചുക. പിന്നെ ചട്ടി ചൂടാക്കി അത് നൈസായിട്ട് എടുത്ത് ചട്ടിയിലിടുക. ആശാനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല നൈസായിട്ട് എണ്ണ വെച്ച് കൊടുക്കുക. 2 ഭാഗത്തും തിരിച്ചു മറിച്ചിടണം കേട്ടോ. അപ്പോളേ അകത്തും കൂടി വേകുള്ളൂ. പിന്നെ ഈ പൊള്ളയ്ക്കുമ്പോൾ അകത്തെ ആ പനീറൊക്കെ നല്ലപോലെ വേകും. പിന്നെ സദ്യക്ക് ഇഞ്ചിൻ പുളി വിളമ്പുന്ന പോലെ കുറച്ച് ബട്ടർ അങ്ങോട്ട് നാട്ടിൽ അങ്ങോട്ട്, എന്നിട്ട് ആശാന അങ്ങനെ അങ്ങോട്ട് കോരിയെടുത്ത് വേറൊരു പ്ലേറ്റ് വയ്ക്കുക. പിന്നെന്താ, നമ്മൾ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ ചെയ്യുക. പിന്നെ നമ്മൾ ബട്ടൺ അടുക്കളയിൽ ഇട്ട് കൊടുക്കുന്നത്, അതിൻ്റെ പകരം ഇട്ട് കൊടുത്ത് ബട്ടൺ തേച്ച് പിടിപ്പിച്ചാലും കുഴപ്പമില്ല. കുറച്ച് തിളക്കം ഇട്ടോട്ടോ, അതാണ്ടോ അടി കൊടുത്ത് തിളക്കം. വാവ്, അങ്ങനെ നമ്മൾ പനീർ കുൽച്ച റെഡി. നിങ്ങളും ട്രൈ ചെയ്യണേ.